ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുന്നിൽ മൊഴി നൽകും. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടൊരു മെല്ലപ്പോക്കുണ്ടെന്നുള്ള ആരോപണം നിലവിൽ UDF-നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല SITക്ക് മുന്നിലേക്ക് എത്തുന്നത്. നിർണായക തെളിവുകൾ നൽകുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിലാണ്. അമ്പിളി, തീർച്ചയായും അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മന്ദഗതിയിലാണ് എന്നൊരു ആരോപണം UDF ഉന്നയിക്കുന്ന ഒരു വേളയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇപ്പോൾ SITക്ക് മുന്നിൽ ഇന്ന് മൊഴി നൽകുമെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തല ഉയർത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ ആന്റിക് കടത്തുന്ന സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്നും 500 കോടി രൂപയിലധികം രൂപയുടെ ഒരു തിരിമറിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ നിരവധി രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല SITക്ക് പരാതി നൽകുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏതായാലും SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഏതായാലും ഒരുങ്ങുന്നത്. രമേശ് ചെന്നിത്തല തന്നെയാണ് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് SITയെ അറിയിക്കുകയുണ്ടായിരുന്നത്. തിരുവനന്തപുരം മീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ തന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനെ ഉതകുന്ന തെളിവുകളുണ്ട് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ SITക്ക് മുന്നിൽ സമർപ്പിക്കുമോ എന്ന കാര്യത്തിലും നിലവിൽ ഒരു ആകാംക്ഷയുണ്ട്. കാരണം അത്തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഏതായാലും ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ മൊഴിയായി രേഖപ്പെടുത്തും. അത് സംബന്ധിച്ചുള്ള തെളിവുകളും നിലവിൽ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്നുള്ളത്.